കാപ്പ് വോയേജേഴ്സ് നടത്തുന്ന പാൻ ഇന്ത്യ ട്രാവലിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ യാത്രയിൽ ഹീറ്റ് വേവ് വാണിംഗ് കിട്ടിയ ഒരു ദിവസമായിരുന്നു കേട്ടോ ഇന്ന്. നമ്മുടെ കാറിൽ തന്നെ 43-ഉം 44-ഉം ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന്. കാറിനുള്ളിലിരിക്കുമ്പോൾ നമുക്ക് അത്ര അറിയില്ലെങ്കിലും വെളിയിലിറങ്ങിയാൽ നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റും ഇവിടുത്തെ ചൂടിൻ്റെ കാഠിന്യം എന്താണെന്നുള്ളത്. കേരളമൊന്നും അല്ലാതെ മനസ്സിലാവുന്ന ഇതുപോലുള്ള സ്ഥലങ്ങളിൽ വരുമ്പോഴാണ്. എങ്കിലും ഇവിടുത്തെ ആൾക്കാർ വളരെ കൂളാണ് കേട്ടോ. വണ്ടിയുടെ മേലെ കയറിയിരുന്ന് തന്നെയാണ് അവരുടെ പഴയ പോലെ തന്നെയുള്ള യാത്ര. വളരെ ഉൾപ്രദേശമാണെങ്കിൽ കൂടിയും NH തന്നെയാണ്, എങ്കിലും വഴികളൊക്കെ വളരെ നന്നായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഇത്ര ചൂടാണെങ്കിലും നമുക്കതൊരു ചൂടാണെന്ന് വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ ഫീൽ ചെയ്യില്ല കേട്ടോ. കാരണം അത്രയ്ക്ക് പച്ചപ്പുണ്ട്. അതുകൂടാതെ തന്നെ ഇവിടുത്തെ കൃഷി, അത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. എവിടെ തിരിഞ്ഞ് നോക്കിയാലും രണ്ട് സൈഡിലും NHൻ്റെ രണ്ട് സൈഡ് എടുത്താലും രണ്ടിടത്തും നിറയെ നെൽകൃഷിയാണ്. നമുക്കിപ്പോൾ നമ്മുടെ നാട്ടിൽ കാണാൻ കഴിയാത്ത വലിയൊരു കാഴ്ചയാണിത്. ഇതിൻ്റെ ഭംഗിയൊന്നും ഒരിക്കലും നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതല്ല. ഇനി ഇതുപോലുള്ള കാഴ്ചകൾ കാണണമെങ്കിൽ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ വന്നേ മതിയാവും. നമ്മുടെ നാട്ടിൽ ഏതൊക്കെയാലും ഇനി ഇങ്ങനെ ഒരു കാഴ്ച ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് കവർ ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം പാഠങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് കവർ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഞാനിത് എഡിറ്റ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടി ഇടുകയാണ് കേട്ടോ. കണ്ണിൽ കത്തും ദാഹം ഭാവജാലം പേലെ നേർത്തേ വർണ്ണങ്ങളാൽ മേലെ കതിർമാല കൈകൾ നീട്ടി. കണ്ണിൽ കത്തും ദാഹം ഭാവജാലം പേലെ നേർത്തേ വർണ്ണങ്ങളാൽ സ്വർണ്ണത്തേരേറി ഞാൻ തങ്കത്തിങ്കൾ പോലെ ദൂരെ ആകാശ നക്ഷത്രപ്പൂക്കൾ തൻ തേരോട്ടം. മോഹം കൊണ്ടു ഞാൻ ദൂരേതോ ഈണം പൂത്തനാൾ മധു തേടിപ്പോയി. നീളെ താഴെ തളിരാർന്നു പൂവനങ്ങൾ. മോഹം കൊണ്ടു ഞാൻ ദൂരേതോ ഈണം പൂത്തനാൾ മധു